മധ്യ ഗസയിൽ 4 ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയി. സൈനികർ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേലിലെ IDF സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധം ഇസ്രായേലിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൈനികരെ പിൻവലിച്ചുകൊണ്ട് മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴത്തെ വിഷയം അവർ പറയുന്നത് 4 സൈനികരെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചതോടുകൂടി ഇത് സംഘം തട്ടിക്കൊണ്ടുപോയതാണ് ഏറെക്കുറെ ഉറപ്പാണ്. പ്രത്യേകമായിരിക്കുന്ന അന്വേഷണങ്ങളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏത് തരത്തിലാണ് ഇത്തരം സൈനികർക്ക് നഷ്ടമുണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. IDF ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി നൽകാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. മധ്യ ഗസ കീഴടക്കുക എന്ന് പറയാൻ വലിയ പ്രയാസമാണ് എന്നുള്ളത് ഇസ്രായേലിൻ്റെ IDF സൈനിക മേധാവി തന്നെ ഇസ്രായേൽ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന രീതിയിലല്ല അവിടെ വിഷയകാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളും കൂടി മനസ്സിലാക്കണം. തെക്ക് വടക്കൻ ഗസയെ പോലെ അല്ല മധ്യ ഗസ. വലിയ സ്വാധീനം ഇവിടെ ഹമാസിനുണ്ട്. അവർ വലിയ രീതിയിലുള്ള സംഘം ചേർന്നുള്ള ആക്രമണം നടത്തുന്നുണ്ട്. അവർക്ക് ബങ്കറുകൾ അടക്കമുള്ള ഒറിജിനൽ ബങ്കറുകളും ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകളും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ബങ്കറുകളുണ്ട്. വളരെ പെട്ടെന്ന് അവർ ഉയർന്നു പൊന്തുന്നു, വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഇതാണ് അവരുടെ രീതി കാര്യങ്ങളൊക്കെ. മാത്രമല്ല അവർ നേർക്കുനേരെ ഒരിക്കലും യുദ്ധം ചെയ്യാറില്ല. പല ഭാഗങ്ങളിൽ നിന്നും ഒളിപ്പോർ യുദ്ധങ്ങളാണ് നടത്താറുള്ളത്. അത് സൈന്യത്തെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് എല്ലാ ഘട്ടത്തിലും സാധിക്കാറുണ്ട്. ഞങ്ങൾ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പം നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകലാണ്. ഇത് എങ്ങനെ നടന്നു എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയം ഇല്ല എന്നുള്ളതാണ്. സൈനികർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തെരച്ചിൽ ആരംഭിച്ച സൈനികരും സുരക്ഷിതരല്ല എന്നുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 250ഓളം ബന്ദികളെയാണ് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. അതിൽ 200ഓളം ആളുകൾ മോചിപ്പിച്ചു. ഇനി 50ഓ 52ഓ പേരാണ് ബാക്കിയുള്ളത്. അതിൽ 20ഓളം ആളുകൾ ജീവനോടെ ഉള്ളവരും 30 അല്ലെങ്കിൽ 32 പേർ മരണപ്പെട്ടവരുടെ മൃതദേഹവുമാണ് ഉള്ളത്. ഇത് വിട്ടു നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച കുറേ നടന്നു. അത് വിട്ടു നൽകാൻ വേണ്ടി തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞു. എന്നാൽ അത് അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറായില്ല. പിന്നീടാണ് മധ്യ ഗസയിൽ യുദ്ധം ആരംഭിക്കുന്നത്. കഠിനമായിരിക്കുന്ന യുദ്ധമാണ്. അവിടുന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ ഇന്ന് 8 പേരിലധികം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന രീതികൾ ഇപ്പോഴും അവർ തുടരുന്നു. അതൊക്കെ ഹമാസിൻ്റെ ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ കൊല്ലപ്പെടുന്ന വിവരങ്ങളൊക്കെ ലോകാടിസ്ഥാനത്ത് വലിയ ചർച്ചയും വലിയ വിമർശനത്തിന് വിധേയമായതാണ്. ഇസ്രായേൽ അതിനെ ന്യായീകരിക്കുന്നത്. എല്ലാം 2 വയസ്സുള്ള കുട്ടികളാണെങ്കിലും മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിലും അവരൊക്കെ ഹമാസിൻ്റെ ആളുകളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ കൊലപ്പെടുത്തണം എന്നുള്ള രീതിയാണ് IDF നിർദ്ദേശം നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വംശീയ ഉന്മൂലനം ഇനിയൊരു തലമുറ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു രീതിയാണ് ഇസ്രായേൽ ഫോളോ ചെയ്യുന്നത് എന്നതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആ പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ 2 തരത്തിൽ ഇസ്രായേലിനെ ഇത് വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. അതിലൊന്ന്, ബന്ദികളുടെ ലിസ്റ്റ് കൃത്യമായ രീതിയിൽ കണക്കാണ്. അത് തട്ടിക്കൊണ്ടുപോയാൽ അതിന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന ആൾക്കാർ അവരുടെ പേര് വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ശേഷിക്കുന്ന 20 ആളുടെ പേര് കൊടുത്തിട്ടില്ല എന്ന് മറ്റൊരു റിപ്പോർട്ട്, മരണപ്പെട്ടവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറമായിരിക്കും ഇതിന് സമാനമായിരിക്കും സംഭവം. സൈനികരെ തട്ടിക്കൊണ്ടുപോവുക, അവർ വെടിവെപ്പിലോ മറ്റോ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം എടുത്തു വെക്കുന്ന ആ പ്രവൃത്തികളൊക്കെ മുൻപേ ഹമാസ് ചെയ്തതാണ്. പക്ഷെ അതിനൊരു കൃത്യമായിരിക്കുന്ന തെളിവില്ലാത്തത് കൊണ്ട് ഇസ്രായേൽ ഗവൺമെൻറ് അത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരുപാട് സൈനികരുടെ മൃതദേഹവും സൈനികരുടെ ജീവനുള്ള സൈനികരും ഹമാസിൻ്റെ കൈവശത്തിലുണ്ട്. അത് തട്ടിക്കൊണ്ടുപോയ ബന്ദികളുമായി ബന്ധപ്പെട്ടതല്ലാത്തത്, അത് കണക്കില്ലാത്തതായതുകൊണ്ട് പല ഘട്ടങ്ങളിലും അത് പറയാൻ വേണ്ടിയിട്ട് മധ്യസ്ഥർ മുഖാന്തരം പോലും പറയാൻ ഇസ്രായേൽ സാധിക്കുന്നില്ല. ഖത്തറിൽ അവസാനം നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധിച്ച് അവസാനത്തിന് മുൻപ് നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ മാസം ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു സൂചന നൽകിയിരുന്നു. ആ സൂചന നൽകിയ സമയത്ത് തന്നെ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടവർ അതിനെ മുന്നേ ഒടിച്ചു എന്നാണ് പറയുന്നത്. ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? അവർ പറയുന്നത് ഈ മധ്യ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ സൈനികരെ തട്ടിക്കൊണ്ടുപോയ പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ട്. അവരെയും ബന്ദികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്ന തരത്തിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കണമെങ്കിൽ അതിന് കണക്ക് കൊടുക്കണം, അവർ കൃത്യത തരണം. പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുന്നതോ അവരുടെ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകുന്നത് ഇസ്രായേൽ സൈന്യം റിപ്പോർട്ടായിട്ട് പുറത്തു വിടാറില്ല. അതിൻ്റെ കാര്യം തൊട്ടടുത്ത് യുദ്ധം ചെയ്യുന്ന ഈ സൈനികർക്ക് മാനസികപരമായിട്ടുള്ള പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളൊരു നിഷേധക്കുറിപ്പാണ് പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുള്ളത്. അതിന് തുടർച്ച ഇപ്പോഴും നടന്നു വരുന്നു എന്ന് ചുരുക്കം.
അപ്പോൾ എന്നാൽ ഒരുപാട് സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൈനികർക്കറിയാം. അറിയുന്ന സൈനികർ മറ്റുള്ള സൈനികർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകം സംഘമാണ് ഇവിടെ ഹമാസിനെതിരെ അല്ലെങ്കിൽ ഗസയിൽ സേവനം ചെയ്യുന്നത്. അത് മധ്യ ഗസയിൽ ഒരു വിഭാഗമാണെങ്കിൽ തെക്ക് വടക്കൻ ഗസയിൽ മറ്റൊരു വിഭാഗമാണ്, കാൻ യൂണിസിൽ വേറെ വിഭാഗമാണ്. അങ്ങനെ ചെതറിക്കിടക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന വിഭാഗത്തിലുള്ള സൈനികരാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മേഖലയിൽ മധ്യ ഗസയിൽ ഒരു സൈനികർ കൊല്ലപ്പെട്ടാൽ തെക്ക് വടക്കൻ ഗസയിലുള്ള സൈനികർ അത് അറിയാതിരിക്കാനുള്ള ശ്രമം പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ നടത്താറുണ്ട്. കാരണം അവർക്ക് അത് മാനസികപരമായി പ്രയാസം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് പബ്ലിക്കായി. ഇപ്പം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിടികൂടുന്നവരുടെ വീഡിയോ അടക്കം ഷെയർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിരിക്കുന്ന ക്യാമറകൾ വെച്ച് അതിന് സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നതിനാൽ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല. 4 പേരാണ് ഇവർ പറഞ്ഞത് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത്. ആ 4 പേരെ അംഗീകരിച്ചിട്ടുള്ളൂ. 4 കൂടുതൽ ഉണ്ട് എന്നുള്ള അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. 6 പേരുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ഔദ്യോഗികപരമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇവിടെ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേറുക വലിയ പ്രയാസമാണ്. മധ്യ ഗസ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ശ്രമകരമായിരിക്കുന്ന ഒരു രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടിനൊക്കെ അവഗണിച്ചുകൊണ്ടും IDF-ന്റെ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ടുമാണ് ഗവൺമെന്റ് തലത്തിൽ ഉത്തരവുകൾ ഉണ്ടാവാറുള്ളത്. കീഴടക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ അതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതാണെങ്കിലും പ്രശ്നമില്ല. കൂട്ടക്കുരുതിയാണെങ്കിലും പട്ടിണി മരണങ്ങളാണെങ്കിലും വേറെ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിലും അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമ്മൾക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് ചുരുക്കം. ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനെ ഇതിന് മറ്റുള്ള സൈനികർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസമുണ്ട്, മാനസികപരമായിട്ട് വലിയ പ്രയാസമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മൈനിങ് സ്ഫോടനം നിത്യസംഭവമായി മധ്യ ഗസയിൽ മാറിയിരിക്കുന്നു. നടക്കുന്ന ഇടവയിലൊക്കെ ഈ ബോംബ് കുഴിച്ചിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയാണ്. ഏറെക്കുറെ മധ്യ ഗസയിലേക്ക് ഇസ്രായേൽ സൈന്യം വരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വരാനുള്ള റൂട്ടുകളൊക്കെ കൊയ്യുണ്ടാക്കിയിട്ട് അവിടെ വലിയ രീതിയിലുള്ള ബോംബ് കുഴിച്ചിട്ട് കൊണ്ട് അത് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ ടാങ്കിൽ അതിൻ്റെ മേലെ കയറുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കൊണ്ട് പൊട്ടിക്കുന്നു. ഈ പ്രവൃത്തിയാണ് ഇപ്പോൾ മധ്യ ഗസയിൽ നടക്കുന്നത്. ചില റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തു വരാറുള്ളൂ. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നടന്ന സംഭവത്തിൻ്റെ ഏകദേശം 10%, 15% മാത്രമാണ് പുറത്തു വരുന്നത്. ശേഷിക്കുന്ന 85% അത് അവർ ഹൈഡാക്കിയിട്ട് മറച്ചു വെക്കുകയാണ്. മറച്ചു വെക്കുന്നതിൻ്റെ കാര്യം അത് ലോകത്തെ അറിയിച്ചാൽ അവർക്ക് വലിയ നാണക്കേട് ഉണ്ടാവും എന്നുള്ളതാണ്. 20% മധ്യ ഗസയുടെ പ്രദേശം കൂടി കീഴടക്കി കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന ഗസ കീഴടക്കൽ പ്ലാൻ അവസാനിച്ചു എന്ന് അവർ പറയുന്നു. എന്നാൽ മധ്യ ഗസ കീഴടക്കുക വലിയ പ്രയാസം. അതിൻ്റെ വിഷയങ്ങൾ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ള ചുരുക്കമാണ്. ഏതായിരുന്നാൽ ഈ വിഷയത്തെ എങ്ങനെ അതിജീവിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു അടിയന്തര മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അതിൽ IDF-ന്റെ സൈനിക മേധാവികൾ പങ്കെടുക്കും എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു. നമ്മൾ എങ്ങനെ ഇവിടെ അതിജീവിക്കും, ലോകത്തിന് മുമ്പിൽ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും വൈകലുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ തേടാൻ കൂടിയാണ് ഈ മീറ്റിംഗ് എന്നും കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്.